അനീസ് ലോഗോ സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ന്യായാധിപന്മാർ 19-ാം അധ്യായത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1. ന്യായാധിപന്മാർ 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ പ്രതിപാദിക്കുന്നത് ആരെയാണ്? ഉത്തരം ഒരു ലേവ്യന്. 2. 1-ാം വാക്യപ്രകാരം ലേവ്യൻ ഏത് നാട്ടുകാരനാണെന്നാണ് പറയുന്നത്? ഉത്തരം എഫ്രായിം മലനാട്ടുകാരൻ. 3. ഇസ്രായേലിൽ എന്തില്ലായിരുന്ന കാലത്താണ് യുവലേവ്യൻ എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശത്ത് വന്ന് താമസിച്ചത്? ഉത്തരം രാജവാഴ്ച. 4. ലേവ്യൻ ഉപനാരിയായി സ്വീകരിച്ചത് ഏതു ദേശക്കാരിയായിരുന്നു? ഉത്തരം യൂദായിലെ ഒരു ബത്ലഹംകാരി. 5. ആരൊക്കെ പിണങ്ങിയെന്നാണ് 2-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം യുവ ലേവ്യനും ഉപനാരിയും. 6. എഫ്രായിം മലനാട്ടിലെ ഏത് പ്രദേശങ്ങളിൽ വന്നാണ് യുവലേവ്യൻ താമസിച്ചിരുന്നത്? ഉത്തരം ഉൾപ്രദേശങ്ങളിൽ. 7. യുവലേവ്യനുമായി പിണങ്ങി ഉപനാരി എവിടേക്കാണ് തിരികെ പോയത്? ഉത്തരം തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക്. 8. പിതാവിൻ്റെ ഭവനത്തിൽ ഉപനാരി എത്ര കാലം താമസിച്ചു? ഉത്തരം 4 മാസം. 9. അവളെ തിരികെ കൊണ്ടുവരാൻ എന്തു പറഞ്ഞാണ് ഇറങ്ങിത്തിരിച്ചത്? ഉത്തരം അനുനയം പറഞ്ഞ്. 10. യുവലേവ്യൻ്റെ കൂടെ ആരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം ഒരു വേലക്കാരൻ. 11. എത്ര കഴുതകളെയാണ് യുവലേവ്യൻ കൊണ്ടുപോയത്? ഉത്തരം 2 കഴുതകളെ. 12. യുവലേവ്യൻ എവിടെ എത്തിയെന്നാണ് 3-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം അവളുടെ പിതാവിൻ്റെ ഭവനത്തിൽ. 13. യുവതിയുടെ പിതാവ് യുവലേവ്യനെ എങ്ങനെയാണ് സ്വീകരിച്ചത്? ഉത്തരം സന്തോഷത്തോടെ. 14. യുവതിയുടെ പിതാവിൻ്റെ ഭവനത്തിൽ എത്തിയ യുവലേവ്യനെ അവിടെ താമസിക്കാൻ നിർബന്ധിച്ചത് ആർ? ഉത്തരം അവൻ്റെ അമ്മായിയപ്പൻ. 15. അമ്മായിയപ്പൻ്റെ നിർബന്ധം മൂലം ആ യുവലേവ്യൻ എത്ര ദിവസം ആ ഭവനത്തിൽ താമസിച്ചു? ഉത്തരം 3 ദിവസം. 16. 4-ാം ദിവസം പ്രഭാതത്തിൽ അവൻ എഴുന്നേറ്റ് അവന് ഡാഷ് പൂരിപ്പിക്കുക. ഉത്തരം അവൻ ഡാഷ് ഉത്തരം യാത്രയ്ക്കൊരുങ്ങി. 17. അല്പം എന്ത് കഴിച്ച് ക്ഷീണം തീർത്ത് പോകാമെന്നാണ് യുവതിയുടെ പിതാവ് പറയുന്നത്? ഉത്തരം അല്പം ആഹാരം. 18. അങ്ങനെ അവർ ഡാഷ് ഡാഷ് തിന്നുകയും കുടിക്കുകയും ചെയ്തു. 6-ാം വാക്യപ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം 2 പേരും ഒരുമിച്ചിരുന്ന്. 19. രാത്രി ഇവിടെ കഴിക്കുക ഡാഷ് ഡാഷ് സന്തുഷ്ടമാകട്ടെ പൂരിപ്പിക്കുക. ഉത്തരം നിന്റെ ഹൃദയം. 20. യുവലേവ്യൻ പോകാൻ എഴുന്നേറ്റെങ്കിലും ആരുടെ നിർബന്ധം മൂലമാണ് വീണ്ടും അവിടെ താമസിച്ചത്? ഉത്തരം അമ്മായിയപ്പൻ്റെ. 21. എത്രാം ദിവസം അതിരാവിലെ പോകാനാണ് യുവലേവ്യൻ തയ്യാറായത്? ഉത്തരം 5-ാം ദിവസം. 22. ലേവ്യൻ പോകാൻ തയ്യാറായപ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ എന്താണ് പറഞ്ഞത്? 9-ാം വാക്യപ്രകാരം. ഉത്തരം ഇതാ നേരം വൈകി, രാത്രി ഇവിടെ താമസിക്കുക, ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക, നാളെ രാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം. 23. നാളെ എപ്പോൾ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാമെന്നാണ് അമ്മായിയപ്പൻ പറഞ്ഞത്? ഉത്തരം അതിരാവിലെ. 24. യുവലേവ്യൻ പുറപ്പെട്ട് എവിടെ എത്തിയെന്നാണ് 10-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം ജബൂസിന്, അതായത് ജെറുസലേമിന് എതിർഭാഗത്ത്. 25. യുവലേവ്യൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആരെല്ലാം? ഉത്തരം ഉപനാരിയും ജീനിയിട്ട 2 കഴുതകളും. 26. അവർ ജബൂസിൻ്റെ അടുത്തെത്തിയത് എപ്പോൾ? ഉത്തരം നേരം വളരെ വൈകിയപ്പോൾ. 27. ഭൃത്യൻ യജമാനോട് എന്താണ് പറഞ്ഞത്? ഉത്തരം ജബൂസ്യരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാമെന്ന്.
28 യജമാനൻ എന്ത് ഉത്തരമാണ് പറഞ്ഞത്? ഉത്തരം ഇസ്രായേലിയുടേതല്ലാത്ത അന്യനഗരത്തിൽ പ്രവേശിക്കരുത് എന്ന്. 29 നമുക്ക് ഏത് സ്ഥലത്തേക്ക് പോകാമെന്നാണ് യജമാനൻ പറയുന്നത്? ഉത്തരം ഗിബെയയിലേക്ക്. 30 ഏതെല്ലാം സ്ഥലങ്ങളിൽ നമുക്ക് രാത്രി കഴിക്കാമെന്നാണ് യജമാനൻ തുടർന്ന് പറയുന്നത്? ഉത്തരം ഗിബെയയിലോ റാമായിലോ. 31 അവർ യാത്ര തുടർന്ന് ഗിബെയയിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഉത്തരം സൂര്യൻ അസ്തമിച്ചു. 32 ഗിബെയ ഏത് ഗോത്രക്കാരുടെ പട്ടണമായിരുന്നു? ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാരുടെ. 33 അവർ ഏത് സ്ഥലത്താണ് ഇരുന്നത്? ഉത്തരം ഗിബെയയിൽ തുറസായ സ്ഥലത്ത്. 34 എന്തുകൊണ്ടാണ് അവർ തുറസായ സ്ഥലത്ത് ഇരുന്നത്? ഉത്തരം ഒരു മനുഷ്യനും രാത്രി കഴിക്കുന്നതിന് അവരെ സ്വാഗതം ചെയ്തില്ല. 35 ആര് വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വരുന്നെന്നാണ് ന്യായാധിപന്മാർ 19-ാം അധ്യായത്തിൽ 16-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം ഒരു വൃദ്ധൻ. 36 വൃദ്ധൻ ഏത് നാട്ടുകാരനായിരുന്നു? ഉത്തരം എഫ്രായിം മലനാട്ടുകാരൻ. 37 വൃദ്ധൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ ആരെയാണ് കണ്ടത്? ഉത്തരം പൊതുസ്ഥലത്തിരുന്ന യാത്രക്കാരനെ. 38 വൃദ്ധൻ വഴിയാത്രക്കാരനോട് എത്ര ചോദ്യങ്ങൾ ചോദിച്ചു? ഉത്തരം 2 ചോദ്യങ്ങൾ. 39 താൻ എവിടെ നിന്ന് വരുന്നുവെന്നാണ് യുവലേവ്യൻ വൃദ്ധനോട് പറയുന്നത്? ഉത്തരം യൂദായിലെ ബെത്ലഹേമിൽ നിന്ന്. 40 എവിടേക്ക് പോവുകയാണെന്നാണ് യുവലേവൻ വൃദ്ധനോട് പറഞ്ഞത്? ഉത്തരം എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക്. 41 യുവലേവ്യൻ വൃദ്ധനോട് ഏത് ദേശക്കാരനാണെന്നാണ് പറയുന്നത്? ഉത്തരം എഫ്രായിം മലനാട്ടുകാരനാണെന്ന്. 42 യുവലേവ്യൻ എവിടെ പോയതാണെന്നാണ് പറയുന്നത്? ഉത്തരം യൂദായിലെ ബെത്ലഹേമിൽ. 43 18-ാം വാക്യപ്രകാരം യുവലേവ്യൻ എവിടേക്ക് മടങ്ങുന്നുവെന്നാണ് പറഞ്ഞത്? ഉത്തരം യുവലേവ്യൻ്റെ വീട്ടിലേക്ക്. 44 കഴുതകൾക്ക് വേണ്ട എന്തെല്ലാം ഉണ്ടെന്നാണ് യുവലേവ്യൻ പറയുന്നത്? ഉത്തരം പുല്ലും വൈക്കോലും. 45 ആരും എനിക്ക് എന്ത് തരുന്നില്ല എന്നാണ് യുവലേവ്യൻ പരാതിപ്പെടുന്നത്? ഉത്തരം ആരും എനിക്ക് അഭയം തരുന്നില്ല എന്ന്. 46 ആർക്കൊക്കെ വേണ്ട അപ്പവും വീഞ്ഞും ഞങ്ങളുടെ കൈവശമുണ്ടെന്നാണ് യുവലേവൻ പറഞ്ഞത്? ഉത്തരം ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും. 47 അവർ എന്തിനു ശേഷമാണ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചത്? ഉത്തരം കാല് കഴുകിയതിന് ശേഷം. 48 അങ്ങനെ അവർ സന്തുഷ്ടചിത്തരായിരിക്കുമ്പോൾ ആരാണ് വീട് വളഞ്ഞത്? ഉത്തരം നഗരത്തിലെ ചില ആഭാസന്മാർ. 49 നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആരെ പുറത്തു കൊണ്ടുവരാനാണ് ആഭാസന്മാർ വൃദ്ധനോട് ആവശ്യപ്പെടുന്നത്? ഉത്തരം നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ. 50 വീട്ടുടമസ്ഥൻ ആഭാസന്മാരെ എങ്ങനെയാണ് സംബോധന ചെയ്തത്? ഉത്തരം സഹോദരന്മാരെ. 51 സഹോദരന്മാരെ നിങ്ങൾ ഈ ഡാഷ് ചെയ്യരുത് പൂരിപ്പിക്കുക. ഉത്തരം തിന്മ. 52 ഈ മനുഷ്യൻ എൻ്റെ അതിഥിയാണല്ലോ, ഈ ഡാഷ് നിങ്ങൾ ചെയ്യരുത്. ഉത്തരം മ്ലേച്ഛ പ്രവൃത്തി. 53 എനിക്ക് കന്യകയായ ഒരു ഡാഷും ഈ മനുഷ്യന് ഒരു ഡാഷും ഉണ്ട് പൂരിപ്പിക്കുക. ഉത്തരം 1 പുത്രിയും 2 ഉപനാരിയും. 54 ഞാൻ ആരെയൊക്കെ നിങ്ങൾക്ക് വിട്ടുതരാമെന്നാണ് വൃദ്ധനായ ലേവ്യൻ പറയുന്നത്? ഉത്തരം തൻ്റെ പുത്രിയെയും ആ മനുഷ്യൻ്റെ ഉപനാരിയെയും. 55 ഇഷ്ടം പോലെ അവരോട് പ്രവർത്തിച്ചു കൊള്ളുക, എന്നാൽ ഈ മനുഷ്യനോട് എന്ത് കാണിക്കരുതെന്നാണ് പറഞ്ഞത്? ഉത്തരം നികൃഷ്ടത. 56 ആരാണ് ഉപനാരിയെ ആഭാസന്മാർക്ക് വിട്ടുകൊടുത്തത്? ഉത്തരം ലേവ്യൻ. 57 അവർ ആരുടെ വാക്ക് കേട്ടില്ല എന്നാണ് പറയുന്നത്? ഉത്തരം വൃദ്ധൻ്റെ. 58 എപ്പോൾ വരെ ഉപനാരിയുമായി ആഭാസന്മാർ രമിച്ചത്? ഉത്തരം പ്രഭാതം വരെ.
59 എപ്പോഴാണ് ആഭാസന്മാർ ഉപനാരിയെ വിട്ടയച്ചത്? ഉത്തരം പ്രഭാതമായപ്പോഴേക്കും. 60 ന്യായാധിപന്മാർ 19-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഉപനാരിയെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഉത്തരം സ്ത്രീ എന്ന്. 61 ആ സ്ത്രീ വന്ന് എവിടെയാണ് കിടന്നത്? ഉത്തരം നാഥൻ കിടന്നിരുന്ന വീടിൻ്റെ വാതിൽക്കൽ. 62 എപ്പോൾ വരെ ആ സ്ത്രീ അവിടെ കിടന്നു? ഉത്തരം വെളിച്ചം പരക്കുന്നതുവരെ. 63 എഴുന്നേൽക്ക്, നമുക്ക് പോകാം, ആരോട് പറഞ്ഞു? ഉത്തരം യുവലേവ്യൻ ഉപനാരിയോട്. 64 ആരാണ് രാവിലെ വീടിൻ്റെ വാതിൽ തുറന്നത്? ഉത്തരം യുവലേവ്യൻ. 65 അവൻ രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് എന്തിനാണ് പുറത്തേക്കിറങ്ങിയത്? ഉത്തരം യാത്ര തുടരാൻ. 66 യുവലേവ്യൻ വാതിൽ തുറന്നപ്പോൾ എന്താണ് കണ്ടത്? ഉത്തരം ഉപനാരി കൈകൾ കട്ടിളപ്പടിമേൽ വെച്ച് വാതിൽക്കൽ കിടക്കുന്നത്. 67 അവൻ അവളെ എടുത്ത് എന്തിനു പുറത്താണ് വെച്ചത്? ഉത്തരം കഴുതപ്പുറത്ത്. 68 അവൻ അവളെ എടുത്ത് കഴുതപ്പുറത്ത് വെച്ച് എവിടേക്കാണ് പോയത്? ഉത്തരം സ്വന്തം വീട്ടിലേക്ക്. 69 വീട്ടിലെത്തിയ ആ മനുഷ്യൻ ഉടനെ എന്താണ് എടുത്തത്? ഉത്തരം ഒരു കത്തി. 70 വീട്ടിലെത്തിയ ആ മനുഷ്യൻ ഉടനെ കത്തിയെടുത്ത് ഉപനാരിയെ എന്താണ് ചെയ്തത്? ഉത്തരം ഉപനാരിയുടെ അവയവങ്ങൾ ഛേദിച്ചു. 71 വീട്ടിലെത്തിയ ആ മനുഷ്യൻ ഉടനെ കത്തിയെടുത്ത് ഉപനാരിയുടെ അവയവങ്ങൾ ഛേദിച്ച് എത്ര കഷ്ണങ്ങളാക്കി? ഉത്തരം 12 കഷ്ണങ്ങളാക്കി. 72 ഉപനാരിയുടെ അവയവങ്ങൾ ഛേദിച്ച് 12 കഷ്ണങ്ങളാക്കി എവിടേക്കാണ് അയച്ചു കൊടുത്തത്? ഉത്തരം ഇസ്രായേലിൽ എല്ലായിടത്തും. 73 ആരെക്കുറിച്ചാണ് ന്യായാധിപന്മാർ 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം അയച്ച് കൊടുത്തത് കണ്ടവരെ കുറിച്ച്. 74 ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നതിന് ശേഷം ഇന്ന് വരെ ഇപ്രകാരം ഒന്നും ചെയ്തിട്ടില്ല. പൂരിപ്പിക്കുക. ഉത്തരം 1 സംഭവിക്കുകയോ 2 കാണുകയോ. 75 ഇതേപ്പറ്റി എന്ത് ചെയ്ത് തീരുമാനിക്കുക എന്നാണ് ന്യായാധിപന്മാർ 19-ാം അധ്യായം 30-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം ആലോചിച്ച്. എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.